Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബർഗറിന്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ബർഗർ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇതിനേക്കുള്ള ആ ഒരു ചിക്കൻ പാറ്റീസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ബർഗർ ബണ്ണിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ബണ്ണ് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ബണ്ണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ബണ്ണാണ് ഞാൻ ഈ ഒരു ബർഗറിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ബണ്ണിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. എല്ലൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം ഇല്ലാതെ തന്നെ എടുക്കണം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ട്. ഈ അളവിൽ ഒരു 5 ബർഗറിലേക്കുള്ള പാറ്റീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇതുപോലുള്ള ഒരു ചോപ്പറിൽ ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയ ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലായാലും മതി. അപ്പോൾ ജാറിൽ ചെയ്യുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല ഒരുപാട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചിക്കന് 1 പീസ് ബ്രെഡാണ് വേണ്ടത്. ഞാൻ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. മിക്സിയിലാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ആദ്യം ബ്രെഡ് പൊടിച്ച് മാറ്റിയിട്ട് പിന്നീട് ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുറച്ച് മാത്രം സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇടാൻ. അപ്പോൾ ഒരുപാട് സവാള കൂടിപ്പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അത് എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ചുക്കിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇത് ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് മാത്രം മതി, ഒരു നുള്ളു മാത്രം മതി, ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് സോയ സോസ് 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്താൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ബർഗറിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടൂ. ഒരുപാട് ആയിപ്പോരുത്, 2 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സവാള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് കൈകൊണ്ട് ഒന്ന് ഷേപ്പാക്കാൻ പറ്റണം. അതുപോലെയാണ് വേണ്ടത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവിൽ ഒരു 5 പാറ്റീസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചിക്കനൊക്കെ എടുത്തിട്ട് ഇതേപോലെ പാറ്റീസ് റെഡിയാക്കിയിട്ട് ഫ്രീസറിലേക്ക് സൂക്ഷിക്കാം. ഒരു കുറച്ച് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ലത് ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒരു ബൗളിലെടുത്തിട്ട് ഇതേപോലെ കയ്യിലൊന്ന് വെള്ളം ആക്കി കൊടുക്കുക. എന്നിട്ടിത് ഷേപ്പ് ചെയ്തെടുക്കാം.
ആ ബണ്ണിൻ്റെ അത്രത്തോളം വലുപ്പത്തിൽ ഇത് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കനം ഉണ്ടാവണം. ഇപ്പോൾ ഒരെണ്ണം ആക്കിയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൂടുതൽ സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാൻ. ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. കൂടുതൽ നേരം വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് കിട്ടും. ഇനി ഇതിലേക്കുള്ള ബണ്ണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെറ്റ്യൂസും വെളുത്ത കളറിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി കട്ട് ചെയ്തതും ചീസും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ള മയണൈസ് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മയണൈസാണ്. പിന്നെ കുറച്ച് കെച്ചപ്പും വേണം. ഇപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാറ്റീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, 1 ടേബിൾ സ്പൂൺ ഓയിൽ മതി. എന്നിട്ട് നന്നായിട്ട് പാനൊന്ന് ചുറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്ത് ഈ പാനിലേക്ക് വെക്കാൻ പറ്റും. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കറക്റ്റ് പാകത്തിന് തന്നെ ആയാൽ ഇത് നന്നായിട്ട് തന്നെ പാറ്റീസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും, കുക്കാകത്തുമില്ല. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇപ്പോൾ 2 പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ചിക്കനാണ് ചേർത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ബീഫൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു പീസ് ബർഗറിൻ്റെ ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മയണൈസ് ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ വേണമെങ്കിലോ കുറച്ച് വേണമെങ്കിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയുടെ അളവിലുള്ള ഒരു മയണൈസാണ് ഇത്രയും ഒരു 5 ബർഗറിലേക്ക് എടുത്തിട്ടുള്ളത്. കെച്ചപ്പും സ്പ്രെഡ് ചെയ്തിട്ട് ലെറ്റ്യൂസിൻ്റെ ഒരു പീസും സവാളയും തക്കാളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചൂടോടെ തന്നെ പാറ്റീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ചീസ് ഒന്ന് ചൂടായിട്ടൊന്ന് കുറച്ചൊന്ന് മെൽറ്റാവാൻ തുടങ്ങും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ആ പീസിനും കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാറ്റീസ് റെഡിയാക്കുമ്പോൾ തന്നെ ഇതെല്ലാം ബണ്ണൊക്കെ സ്ലൈസ് ചെയ്ത് വെക്കണം. അതുപോലെ എല്ലാം മയണൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാറ്റീസ് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ചീസൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഈ ബണ്ണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ബണ്ണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒന്ന് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ആ പീസാക്കുന്ന ആ ഉൾഭാഗം പാനിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമതുള്ള ബർഗറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്ന ചിക്കൻ പാറ്റീസൊക്കെ അത്ര നല്ലതല്ലല്ലോ ഫ്രീസറിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.